ഗൈസ്, വെൽക്കം ടു റെയിൻസ് വ്ളോഗ്സ്. ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ എൻ്റെ ഒരു വീക്ക് ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ബാംഗ്ലൂർ ലൈഫൊക്കെ ഒന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി നാട്ടിലോട്ട് പോകുന്ന ഒരു കുട്ടി വ്ളോഗാണിത്. അപ്പോൾ എന്താണ് ഇപ്പോൾ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ, ചില പ്രത്യേക സാഹചര്യത്താൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഉള്ളൊരു ടൈമോ ഒരു മാനസികാവസ്ഥയോ ഒന്നും ആയിരുന്നില്ല. അപ്പം വീഡിയോ ക്ലിപ്സൊക്കെ ഫോണിൽ കിടന്നപ്പോൾ ഞാൻ ഓർത്ത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ടേക്കാം. അപ്പം ഞാനൊരു കംഫർട്ടബിളായിട്ടുള്ളൊരു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാൻ പോകാൻ പറ്റുന്ന ഒരു നോർമൽ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മളിന്ന് ട്രെയിനിലാണ് പോകുന്നത്. ഏകദേശം 2 മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. അങ്ങനെ എനിക്ക് കമ്പനിക്കായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്. വീഡിയോ എടുക്കുന്ന അത്ര ഇഷ്ടമല്ല, അതാണ് ഈ നോട്ടം നോക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ പെട്ടി ഒന്ന് ഏൽപ്പിച്ചതാണ്, കൈ കൊടുത്തതാണ്, ഒന്ന് ഉരുട്ടി താടാന്ന് പറഞ്ഞതിന്. അതിനാണ് ഈ പെട്ടിയിട്ട് കാണിക്കുന്ന ഈ പ്രഹസനം. എൻ്റെ പെട്ടിയുടെ ഒരു അവസ്ഥ നോക്കിയൊക്കെ. ബാംഗ്ലൂരിലെ ട്രാഫിക്കൊക്കെ വെച്ച് നോക്കുമ്പം, അതും ഈവനിങ് ടൈം വെച്ച് നോക്കുമ്പം മെട്രോ തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. കാരണം ഒരിക്കൽ ഇതുപോലെ ട്രെയിൻ മിസ്സായിപ്പോയ ഒരു ചരിത്രം കൂടി എനിക്കുണ്ടേ. അപ്പം വെറുതെ റിസ്ക് എടുക്കാൻ നിന്നില്ല. പിന്നെ ബാംഗ്ലൂർ ട്രാഫിക്കിന് നമുക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ളൊരു മെട്രോ ഒക്കെ വന്നു. വലിയ തിരക്കില്ലായിരുന്നു. ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഓഫീസ് ടൈം അല്ലല്ലോ, അപ്പം വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെ ഒരു 1/2 hour എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി കേട്ടോ. യശ്വന്ത്പൂരിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. ഞാൻ എപ്പോൾ ട്രാവൽ ചെയ്താലും എനിക്കെൻ്റെ പഴയ ആ ഒരു പഠിക്കുന്ന സമയത്തിലേക്കുള്ളൊരു മെമ്മറീസിലോട്ട് പോകും. ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നത് അങ്ങനെ അപൂർവമാണ്. ഞങ്ങളെപ്പോഴും ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരുന്നു മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പം. എന്തേലും ഒരു അവധി ദിവസം 2 ദിവസം കിട്ടിയാൽ കൂടി ഞങ്ങൾ വേഗം പാക്ക് ചെയ്തിട്ട് ലോക്കൽ ട്രെയിനിൽ ഞങ്ങൾ വേഗം കയറുവേ. അങ്ങനെ സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ തിന്നും കുടിച്ചുമൊക്കെ ആയിരുന്നു വരവ്. നമ്മൾ രാവിലെ ആയപ്പോൾ സ്റ്റേഷനിലെത്തി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയെങ്കിലും അവസാനം ഈ ഡ്രസ്സാണ് ഞാൻ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പെസഹ, ഈസ്റ്ററൊക്കെ ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്ററിൻ്റെയൊക്കെ കുറച്ച് സീൻസൊക്കെയാണ്. പിന്നെ പള്ളി ആയതുകൊണ്ട് നമുക്കധികം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ദുഃഖവെള്ളിയുടെ പ്രദക്ഷിണവും ഇത് ഈസ്റ്ററിൻ്റെ അന്ന് രാത്രിയിൽ കുർബാനയുടെ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയി ആര്യൻസിൽ നിന്നൊക്കെ ഒരു മസാല ദോശയൊക്കെ കഴിച്ചു. അത് ഞാൻ വരുമ്പോൾ ഇടയ്ക്ക് പോയി കഴിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാട്ടിൽ വന്നുള്ള വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.